ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തത്? നിങ്ങളുടെ ആഗ്രഹം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹം സഫലമായി തീർന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ മോർണിംഗ് എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ മോർണിംഗ് എനർജിയും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എന്നെയും എൻ്റെ കാർഡിനെയും യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു. എൻ്റെ വീഡിയോ കാണുന്ന വ്യക്തികളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് തന്നെ വന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഏറ്റവും കറക്റ്റായിട്ട് എന്നെ ഗൈഡ് ചെയ്യുവാൻ സാധിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. വീഡിയോ കാണുന്ന വ്യക്തിയുടെ മോർണിംഗ് എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വീഡിയോ കാണുന്ന വ്യക്തിയുടെ മോർണിംഗ് എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ. സ്കോർപ്പിയോ, വൃശ്ചികം, പൈസീസ്, മീനം, ഏരീസ്, മേടം, ലിയോ, സ്കോർപ്പിയോ, ചിങ്ങം, ലിബ്ര, തുലാം, സ്കോർപ്പിയോ, വൃശ്ചികം. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താണെന്ന്. നിങ്ങൾ മൂഡ് ഓഫ് ആണ് രാവിലെ തന്നെ. ഓക്കെ, എന്തെങ്കിലും കാരണത്താൽ, എന്ത് കാരണത്താലാണ് ഈ മൂഡ് ഓഫ് എന്ന് നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. ഇതുവരെയും ഒരു ന്യൂ ബിഗിനിങ് വരുന്നില്ലല്ലോ, കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നല്ലോ. നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ച് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് രാവിലെ. തിരിച്ചു വരത്തില്ലേ? നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കോൾ മെസ്സേജ് സ്വീകരിക്കത്തില്ലേ? 4 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം സ്വീകരിക്കത്തില്ലേ? നിങ്ങളിലേക്ക് തിരിച്ച് വരത്തില്ലേ? അങ്ങനെ കുറച്ച് ഡൗട്ടോട് കൂടിയാണ് രാവിലെ നിങ്ങൾ നിൽക്കുന്നത്. ഇവിടെ 21 വന്നിട്ടുണ്ട്, 3 ആവർത്തിച്ച് വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നാലെന്താ വരാത്തത് എന്താണ്? ഒരു ഗ്രോത്ത് ഇല്ലയോ? ഓക്കെ, നിങ്ങളിലേക്ക് തിരിച്ച് വരത്തില്ലയോ? മെസ്സേജും കോളും ഒന്നും വരത്തില്ലയോ എന്നുള്ള രീതിയിൽ നിങ്ങൾ വിഷമിച്ച് നിൽക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളെ ഓർത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടതായി തോന്നുന്നു. ഈ റിലേഷനെ ബേസ് ചെയ്ത് ഇനി കാത്തിരിക്കണോ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പലവർക്കും കോൺഫിഡൻസ് എല്ലാവർക്കും റെസനേറ്റ് ആക്കുന്നവർ മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ഉണ്ടായിരുന്നു. രാവിലെ നിങ്ങളുടെ പേഴ്സൻ്റെ സോഷ്യൽ മീഡിയ, വാട്സപ്പ് എന്തെങ്കിലും എടുത്ത് വെച്ച് നോക്കുന്ന സമയത്ത് ഇന്നും നിങ്ങൾക്ക് ബ്ലോക്കാണ് അനുഭവപ്പെടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ഒന്നും കാണാത്തതിൽ നിങ്ങൾക്ക് ഒരുപാട് ഹൃദയത്തിൽ വേദന അനുഭവപ്പെടുന്ന ഒരു ഫീലാണ് ഈ ഒരു സമയത്ത് എനർജി ആയിട്ട് വരുന്നത്. നിങ്ങൾ മാറാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ മാറ്റമില്ല എന്നല്ല, മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും നിങ്ങളുടെ പേഴ്സൺ ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള വേദനയാണ്. ഒരു സിനിമയിൽ ഇന്ദ്രൻസ് പറയുന്നത് പോലെ നമുക്ക് നമ്മളായിട്ട് സ്വന്തമായിട്ട് അടച്ചിട്ടിരിക്കുന്ന മുറിയിൽ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇരിക്കാൻ കഴിയും. പക്ഷേ നമ്മളെ ഒരാൾ അടച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മുറിയിൽ കുറച്ച് സമയം പോലും ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഓക്കെ, നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സണെ ഇഗ്നോർ ചെയ്ത് ഉപേക്ഷിച്ച് പോയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇത്രത്തോളം ടെൻഷൻ വരില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നിങ്ങളുടെ പേഴ്സണാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് ഇഗ്നോർ ചെയ്ത് പോയത് കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര വെപ്രാളമാണ്. സെയിം ഫീല് തന്നെയാണ് നിങ്ങളും അനുഭവിക്കുന്നത്. ലോക്കപ്പിൻ്റെ ആ ഒരു മെൻ്റൽ ഇതാണ് ഇന്ദ്രൻസ് ആ ഒരു ഫിലിമിൽ കൂടി പറയുന്നത്. ഏറ്റവും സത്യമായ കാര്യം തന്നെയാണത്. അത് നമ്മൾ പരീക്ഷിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ അനുഭവിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ അടച്ച റൂമിൽ നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരാൾ പുറത്തുനിന്ന് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ ആ സമയം തൊട്ട് നമുക്ക് വെപ്രാളം തുടങ്ങും അല്ലേ? അപ്പോൾ ആ ഒരു വെപ്രാളത്തിലാണ് നിങ്ങൾ. ഈ എനർജിയിലാണ് നിങ്ങളെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഹാങ്ഡ് മാനാണ് വന്നിരിക്കുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ മറന്നിട്ട് സമയത്തിനെ നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. യൂണിവേഴ്സിൻ്റെ സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. പക്ഷേ നിങ്ങൾക്ക് എന്തെല്ലാം ലൈഫിൽ പുതുതായിട്ട് സംഭവിച്ചിരുന്നാലും നിങ്ങളുടെ പേഴ്സണിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത്. അതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം പുതുതായിട്ട് എന്തെങ്കിലും തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കൊരു പുതിയ ഓഫർ തന്നെയാണ് ഇവിടെ വീണ്ടും വരുന്നത്. നിങ്ങൾക്കൊരു അഫെയറോ അല്ലെങ്കിൽ ഒരു വിവാഹാലോചനയോ അല്ലെങ്കിൽ വേറൊരു റിലേഷനോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരുന്നുണ്ട്. പക്ഷേ അതിലൊന്നും നിങ്ങൾക്ക്
ഈ ഒരു സമയത്ത് പറ്റുന്നില്ല, അല്ലെങ്കിൽ ചില സ്ഥലത്ത് ജോലിക്കായിട്ട് മാറിപ്പോകേണ്ടതായിട്ടുണ്ട്, പക്ഷേ നിങ്ങളത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഹാങ്ഡായി നിൽക്കുകയാണ്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹം എന്നേക്കുമായി നഷ്ടപ്പെടുമോ? പേഴ്സണെ ഇനി കാണാൻ കഴിയാതെയായിട്ടുള്ള കാര്യങ്ങൾ വരുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു ഓഫർ സ്വീകരിക്കുന്നതിന് വെയിറ്റ് ചെയ്യുകയാണ്. അത് ചിലപ്പം റിലേഷൻ ബേസ് ആയിരിക്കാം, ജോലിയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണ്. ഈ റിലേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒട്ടും തന്നെ മുന്നോട്ടോ പിറകോട്ടോ പോകാൻ വയ്യാതെ, ഇപ്പം നിങ്ങൾ കരഞ്ഞ് തളർന്നിരിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്കൊരു മുന്നോട്ട് കടന്നു പോകുന്നതിന് നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഏരീസ് ടോറസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഏരീസ് ടോറസ് ആകുമ്പോഴത്തേക്കും മേടം ഇടവം. ഓക്കെ, ചില വ്യക്തികൾ ഫാമിലിയിൽ കൂടി ഹാപ്പി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, ചിലവർ ഹാപ്പി ആകുന്നുണ്ട്. ഫാമിലിയോടൊപ്പം തന്നെ ഒന്നും അല്ലെങ്കിൽ അവരുമായിട്ട് എൻജോയ് ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മാനസികമായി കംഫർട്ട് അല്ലെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ പുറത്ത് പോകുവാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിന്നറിന് പോകുവാൻ നിങ്ങൾ തയ്യാറാകുകയാണ്. ഓക്കെ, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോയൊരു ഡിന്നറിനൊക്കെ പോയിട്ട് നിങ്ങൾ നിൽക്കാൻ തയ്യാറാകുന്നു. ചില വ്യക്തികൾ ഡിന്നറൊക്കെ അല്ലെങ്കിൽ ഒരു മൂവി കാണാൻ പോകുന്നതിനൊക്കെ നിങ്ങൾ തയ്യാറായിട്ടുണ്ട് ഫാമിലിയോടൊപ്പം. കമൻറ്റ് ചെയ്യുക, നിങ്ങൾ മൂവി കാണാൻ ഫാമിലിയോടൊപ്പം പോയിട്ടുണ്ടോ, ഡിന്നറിന് പുറത്ത് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഓക്കെ, നിങ്ങൾ പഴയ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലൂടെ ഓർത്ത് പോവുകയാണ്. നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങൾ കാണുന്ന സ്ഥലങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ ഓർമ്മ വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളുടെ പഴയ സുഹൃത്തായിരിക്കാം, കുട്ടിക്കാലത്തുള്ള സുഹൃത്തായിരിക്കാം, ഒരുമിച്ച് കളിച്ച് വളർന്നവരായിരിക്കാം, അതല്ലെങ്കിൽ സ്കൂൾ മേറ്റ് ആയിരിക്കാം, അത്രത്തോളം ലോയൽറ്റി ഉള്ള വ്യക്തിയായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളുടെ ഫാദറിൻ്റെ സൈഡിൽ നിന്നുമുള്ള വ്യക്തിയായിരിക്കാം. എന്താ ജോലിയാണ് ചെയ്യുന്നത്, ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഫാദറിൻ്റെ ഫ്രണ്ട്സിൻ്റെ ആ ഒരു റിലേഷൻ ബേസിൽ വരുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ അങ്ങനെ ആ ഏരിയയിലൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ സഹോദരൻ്റെ സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ സുഹൃത്തോ ആൺ സുഹൃത്തുക്കളുടെ ഫ്രണ്ടോ ആയിരിക്കാം നിങ്ങളുടെ പാർട്ട്ണർ. ഇന്നലെയും നാളെയായിട്ടൊക്കെ വരുന്ന എനർജി ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അടുത്ത് നോക്കാം എന്തുകൊണ്ടാണ് 3 ഓഫ് വാണ്ട്സ് വരുന്നത്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഒക്കെ നിങ്ങളുടെ ഇമോഷൻ ആയിരിക്കാം, ആ ഇമോഷനെ നിങ്ങൾ ബാലൻസിങ്ങിൽ കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്കൊരിക്കലും കടന്നു പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ചത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഈ മാനസിക ബലം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയില്ല, നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ച ചില വ്യക്തികൾ നിങ്ങൾ ബാലൻസ് ചെയ്തു, നിങ്ങൾ കടന്നു പോയിരിക്കുകയാണ്. ഒരു വലിയ കുഴിയിൽ വീഴാതെ തന്നെ നിങ്ങൾ മനസ്സ് തകർന്ന ഒരു ഡിപ്രഷനിൽ അല്ലെങ്കിൽ ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു കുഴിയിലേക്ക് വീണ് പോകാതെ തന്നെ വളരെ സാഹസികമായിട്ട് തന്നെ നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. മറ്റൊരു സ്ഥലമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സേഫായിട്ട് സെൽഫ് ലവ് ചെയ്യുന്ന സ്ഥലം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. നിങ്ങളുടെ പ്ലാൻ സക്സസ് ആയിരിക്കുന്നു. ഓക്കെ, നിങ്ങളെ സഹായിക്കുന്നതിന് ചില മെസ്സേജുകൾ നിങ്ങൾക്ക് വരികയാണ്. മെസ്സേജ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ മെസ്സേജ് ആയിരിക്കാം, ഇൻഡ്യൂഷണൽ മെസ്സേജ് ആയിരിക്കാം. നിങ്ങളെ സഹായിക്കാൻ ഇൻഡ്യൂഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങളെ സോഷ്യൽ മീഡിയയിലും മറ്റും നിങ്ങൾക്ക് പുതിയ പുതിയ ഫ്രണ്ട്സുകളെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ പ്രൊഫൈൽ ഫോട്ടോസ്, പഴയ ഫോട്ടോസ് അങ്ങനെ ഫേസ്ബുക്കിലുണ്ടെങ്കിൽ എടുത്ത് വെച്ച് നോക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങൾ ചില പ്ലാനുകൾ നിങ്ങൾ എടുക്കുന്നുണ്ട് രാവിലെ. ഫേസ്ബുക്കിൽ തന്നെ ആകണമെന്നില്ല, നിങ്ങളുടെ മൊബൈലിലായിരുന്നാലും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന പഴയ ഫോട്ടോസ് വീഡിയോസ് നിങ്ങളെടുത്ത് നോക്കുന്നുണ്ട്. അതാണ് രാവിലെ കാണുന്ന എനർജി. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകത്തില്ല. താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടെ ആരിൽ നിന്നോ ഒരു ഓഫർ ലഭിക്കുന്നുണ്ട്, ഒരു പ്രൊപ്പോസൽ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്, നിങ്ങൾ ആരോ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, റെസനേറ്റ് ആകുന്ന വ്യക്തികൾ മാത്രം എടുക്കുക.
വളരെ വലിയ ഒരു ഗ്രോത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾക്ക് എന്തൊക്കെയോ ഗിഫ്റ്റ് ലഭിക്കാൻ പോകുന്നു, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് ലഭിക്കുന്നു, നിങ്ങൾക്കൊരു ജോലി ഓഫർ ലഭിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കലും കടന്നു പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്നു. നിങ്ങൾ ബൗണ്ടറിയെ ഭേദിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ പുറത്തോട്ട് കൊണ്ടുവരികയാണ്. നിങ്ങൾക്കൊരു ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് തടസ്സമായിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്ന് ഓപ്പൺ ആവുകയാണ്. സാലറിയെ ബന്ധിച്ച് വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ സാലറിയൊക്കെ ഓപ്പണായി കിട്ടുന്നു. ഓക്കെ, ചില തടസ്സങ്ങളുണ്ടായിരുന്നായിരിക്കും. നിങ്ങളുടെ സാലറി ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള തടസ്സമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങളുണ്ടായിരിക്കാം. അതെല്ലാം മാറിക്കിട്ടുകയാണ്. ഓക്കെ, പ്ലീസ് ഗിവ് മി മദർ യൂണിവേഴ്സ്. ഒരു നല്ല എനർജി തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തുടർന്ന് കാണുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കൂടി എടുക്കാം. താങ്ക് യു യൂണിവേഴ്സ്. പ്ലീസ് ഗിവ് മി മദർ യൂണിവേഴ്സ്. നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ മോർണിംഗ് എനർജി എന്താണെന്ന്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ മോർണിംഗ് എനർജി എന്താണ്? ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് നോക്കാം. 4, 9, 8, 11, 13, 9, 7, 10, 1, 2 വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്. ഓക്കെ, ഏപ്രിൽ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഫെബ്രുവരി, നവംബർ, ഒക്ടോബർ, ജനുവരി, ജൂലൈ, ഏപ്രിൽ. ജെമിനി വന്നിട്ടുണ്ട്. ക്യാൻസർ ജെമിനി, മിഥുനം, ക്യാൻസർ കർക്കിടകം, മിഥുനം, ലിയോ ചിങ്ങം. ഓക്കെ, സാജിറ്റേറിയസ്, കാപ്രിക്കോൺ, ധനു, മകരം, ടോറസ്, ഇടവം. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ചില അവസരങ്ങൾ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ അശ്രദ്ധ മൂലമാണ് കുറച്ച് അവസരങ്ങൾ, അവർക്ക് ചിലപ്പം പുറത്തോട്ട് പോകുന്നതിനുള്ള അവസരങ്ങളായിരിക്കാം, ജോലി ഓഫർ ആയിരിക്കാം, അതല്ല ഇമോഷണൽ പരമായിട്ടാണെങ്കിലും ചില അവസരങ്ങൾ അവർ മനഃപൂർവ്വമായിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അവർക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സമയം സ്പെൻഡ് ചെയ്യുന്നു. അവർ ഒരുപാട് പ്രയോറിറ്റി കൊടുക്കുന്ന ചില കാര്യങ്ങൾക്ക്. അവർക്കിപ്പം ഫാമിലിയിൽ എന്തെങ്കിലും ബേർഡൻ അനുഭവിക്കുന്ന സംഭവമായിരിക്കാം. ഇപ്പം നിങ്ങൾക്ക് അവരെന്തെങ്കിലും ഓഫർ തരുന്നെങ്കിൽ, ഇപ്പോൾ റിലേഷൻ ബേസിലാണ് നോക്കുന്നതെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും അവർക്ക് ഓഫർ കൊടുക്കുകയാണെങ്കിൽ അത് അവർ നിരസിക്കുന്നതിന് അതിൻ്റെ പിന്നിൽ ചില പ്ലാനുകളുണ്ട്. അവർ ഇമോഷണൽ പരമായിട്ട് മറ്റ് ചില കാര്യങ്ങളിൽ അവർ ഇൻവോൾവ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ ഓഫറുകളെ നിരസിക്കുന്നത്. അവർ ചില പ്ലാനുകൾ ചെയ്യുകയാണ്. എന്ത് പ്ലാനാണെന്നും കൂടെ നോക്കട്ടെ. എന്ത് പ്ലാനാണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഈ ഒരു സമയത്ത് എൻ്റെ വ്യൂസിൻ്റെ ഓഫറുകളെ നിരസിച്ചുകൊണ്ട് ചെയ്യുന്ന പ്ലാൻ എന്താണ്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്ത് പ്ലാനിൽ കൂടിയാണ് കടന്നു പോകുന്നത്? യൂണിവേഴ്സിൻ്റെ അതിശക്തിയേറിയ എനർജിയിലേക്ക് എൻ്റെ കാർഡിനെ ഞാൻ സമർപ്പിക്കുന്നു. താങ്ക് യു. എന്ത് പ്ലാനാണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ചെയ്യുന്നത്? ഗോ വിത്ത് ഫ്ലോ പോകുന്നതിന് എന്തോ അവർ സാഹസികമായിട്ട് ചെയ്യാൻ പോകുന്നു. സാമ്പത്തികപരമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. ചില സാമ്പത്തിക കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ പേഴ്സണ് ഒരു ഭയമുണ്ട്, മടിച്ചു നിൽക്കുകയാണ്, ചില സംശയങ്ങളുണ്ട്. ബിസിനസ് ആയിരിക്കാം, അതിലേക്ക് കടന്നു പോകണമെന്നുണ്ട്. അവർക്കത് ഭയത്തിൽ നിൽക്കുകയാണ്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും, സൂക്ഷിച്ച് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം അതിൽ വരുന്ന വരായികകളൊക്കെ അവർ നോക്കി കാണുകയാണ്. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഈ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനോ, നിങ്ങൾ കൊടുക്കുന്ന ഓഫറുകളോ, നിങ്ങളോടുള്ള സംസാരത്തിനോ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ഇപ്പോൾ അവർ താല്പര്യപ്പെടുന്നില്ല. അവരിപ്പോൾ ഐസൊലേഷനായിട്ട് ഇരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. മറ്റ് ചില പ്ലാനുകൾ അവർ ചെയ്യുകയാണ്. അതിലേക്ക് മാത്രമാണ് അവരുടെ ശ്രദ്ധ. ഓക്കെ, താങ്ക് യു. ഇവിടെ 9 നമ്പർ വന്നിട്ടുണ്ട്. ഞാൻ ആവർത്തിച്ചാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരു ഐസൊലേഷനാണ്, ഡിപ്രഷനിലാണ്. എന്തൊക്കെയോ അപമാന ഭാരങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. ചില രോഗത്തെ ഭയപ്പെടുന്നുണ്ട്. അവരുടെ ലൈഫിൽ എന്തോ ഒരു സാധനം നഷ്ടപ്പെട്ടിരിക്കുന്നു. വളരെ ഇമോഷണൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന ഒരു സാധനം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അവരെ ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തി അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. സുഹൃത്തുക്കളായിരിക്കാം.
അവരിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻ അവസാനിച്ചു, ബ്രേക്കപ്പായി എന്നുള്ളതിൽ അവർ സങ്കടപ്പെടുന്നുണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവർ പ്രയോറിറ്റി കൊടുക്കുന്ന എന്തോ അവരുടെ ലൈഫിൽ ഫാമിലിയിലുള്ളവരായിരിക്കാം. എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു ലോസ്റ്റ് അവർക്ക് സംഭവിച്ചിരിക്കുന്നു. അവർ വളരെ ദുഃഖത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ റിലേഷനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിൽ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അല്ലാത്തവർ ആ എനർജിയെ വിട്ടുകളയുക. സ്ട്രെങ്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ മാനസിക ധൈര്യത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു. സാമ്പത്തിക ഗ്രോത്തിന് വേണ്ടിയിട്ട് സാഹസികമായി ചില കാര്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. പേഴ്സണിൽ ഒരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു സിംഹത്തെ പോലെ കടിച്ചു കീറാൻ നിന്നിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഒരു കുഞ്ഞാടിനെ പോലെ അല്ലെങ്കിൽ അത്രയും കെയറും സ്നേഹവും കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മനസ്സ് മാറിയിരിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. അവരെ മാറ്റിയെടുത്തിരിക്കുന്നു. ചില മാനസിക മാറ്റം നിങ്ങളുടെ പേഴ്സണ് സംഭവിച്ചിരിക്കുന്നു. മാനസിക മാറ്റം എന്ന് പറയുന്നത് തന്നെ ഒരു സ്പിരിച്വൽ ലേഡി നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൻ്റെ ഒരു കൺട്രോളിങ്ങിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ഓക്കെ, ഒരു ഡബിൾ എനർജിയാണ് നിങ്ങളുടെ പേഴ്സണെ കൺട്രോളിങ്ങിൽ, ദേഷ്യത്തിലും അല്ലെങ്കിൽ നിങ്ങളെ ഭരിച്ചുകൊണ്ട് സംസാരിച്ചിരുന്ന ഒരു രാജാവിനെ പോലെ, ഒരു രാജ്ഞിയെ പോലെ നിങ്ങളുടെ മുന്നിൽ ചീറിക്കടിച്ച് ഗർജിച്ചിരുന്ന വ്യക്തിയെ ഒരു സ്പിരിച്വൽ വേയിലൂടെ ആരുമാകാം. ഓക്കെ, അവർ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് ഒരു ഡബിൾ എനർജിയിൽ നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. അവരുടെ കയ്യിൽ ഒരു പാവയെ പോലെ, കാരണം നമ്മൾ നൂല് വെച്ച് ഇങ്ങനെ പാവ കളിക്കത്തില്ലേ, ആ ഒരു പാവേനെ പോലെ ആക്കിയിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സണെ ഒരു വ്യക്തി. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് മനസ്സുണ്ടായിട്ടല്ല, കാരണം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഗർജിക്കുന്ന സിംഹത്തെ പോലെയാണ് നിൽക്കുന്നത്. പക്ഷേ ആ ഒരു ഡബിൾ എനർജിയിൽ ആ ഒരു വ്യക്തി അവരുടെ കയ്യിൽ ഒരു നൂൽപ്പാവയെ പോലെ ആക്കി മാറ്റിയിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ മാനസിക ബലം ഒരുപാട് നശിച്ചിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അതുകൊണ്ടും കൂടി ആയിരിക്കാം ഡിപ്രഷനിൽ കൂടി കടന്നു പോകുന്നത്. ഓഫറുകൾ സ്വീകരിക്കാൻ കഴിയാതെ അവരുടെ കയ്യിൽ പാവയെ പോലെ അവർ പറയുന്നത് നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരരുത്, നിങ്ങളുടെ കോളോ മെസ്സേജ് എടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് ചില ഭീഷണികൾ നിങ്ങളുടെ പേഴ്സൻ്റെ നേരെ എടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിനെല്ലാം ഭയന്നിട്ടും വിഷമിച്ചിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അത് ഉപേക്ഷിച്ച് നിൽക്കാൻ തയ്യാറാകുന്നു. അവർ ഭയന്നിട്ടാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് കപ്പ് വന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഓഫർ, ചില വ്യക്തികൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഓഫർ തരണമെന്നോ അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയോ അവരുടെ സ്വപ്നം പൂർത്തിയാകുകയോ ചെയ്യുന്നുണ്ട്. അവരെന്താണോ മനസ്സിൽ വിചാരിച്ചിരുന്നത് അത് ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് പ്ലാനിങ് ആണ്. ചില ബിസിനസ് പരമായിട്ടായാലും ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം അവർ പ്ലാനിങ്ങിൽ കൊണ്ടുവരുന്നുണ്ട്. ഇന്ന ദിവസം ചില മെസ്സേജ് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വെള്ളം ഒരു ചെറിയ അരുവിയോ കുളമോ എന്തെങ്കിലും ഉള്ള സ്ഥലത്തായിരിക്കും ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ താമസിക്കുന്നത് ആ സ്ഥലത്തായിരിക്കാം. ഓക്കെ, വയലിൻ്റെ സൈഡിൽ വയലിൻ്റെ കരയിൽ വീടുള്ള വ്യക്തികളുണ്ടായിരിക്കാം. ഓക്കെ, ഒരുപാട് ഗാർഡന്, മറ്റേ നമ്മൾ ബോഗൺവില്ല കടലാസ് ചെടി, ആ ബോഗൺവില്ല ഒരുപാട് ക്ലൂസ് പറയാണ് ഉള്ള വ്യക്തികൾ കാണുന്നുണ്ട്. ഓക്കെ, ഡേഞ്ചർ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡോഗിൻ്റെ പേര് ഓർമ്മയിൽ വരുന്നില്ല. ഭയങ്കരമായിട്ട് മനുഷ്യനെ കടിച്ചു കീറുന്ന ഒരു ഡോഗ് ഉണ്ടല്ലോ, ഒരു ആളിൻ്റെ കൂടെ മാത്രമേ അത് ഇണങ്ങുള്ളൂ. അങ്ങനെയുള്ള ഒരു ഡോഗിനെ വളർത്തുന്ന സ്വഭാവം നിങ്ങളുടെ പാർട്ട്ണറിനുണ്ടായിരിക്കാം, നിങ്ങളുടെ പേഴ്സണുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വീട്ടിലുണ്ടായിരിക്കാം. പ്രാവിനെ വളർത്തുന്ന സ്വഭാവം നിങ്ങളുടെ പേഴ്സണുണ്ടായിരിക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സണ് അനങ്ങാൻ വയ്യാത്ത വിധം പുറകിൽ നിന്ന് ആരോ ചതിച്ചിരിക്കുന്നു. സാമ്പത്തികമായിട്ടായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ജോലിപരമായിട്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അനങ്ങാൻ വയ്യ, ചില കാര്യങ്ങളിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. ടവറാണ് വന്നിരിക്കുന്നത്. എന്താണ് ടവർ വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നോക്കാം. എന്താണ് അവരുടെ ലൈഫിൽ ടവർ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് അവരുടെ ലൈഫിൽ അനങ്ങാൻ വയ്യാത്ത വിധം തകർന്നിരിക്കുന്നത്? എന്ത് സിറ്റുവേഷൻ്റെ മുകളിലാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് സിറ്റുവേഷൻ്റെ മുകളിലാണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ അനങ്ങാൻ വയ്യാതെ നിൽക്കുന്നത്? അവരെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു.
ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ റിലേഷനിലായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം. അവരെ ഒറ്റപ്പെടുത്തി അവരെ പിറകിൽ നിന്ന് കുത്തിയിരിക്കുന്നു. അവർ ചെയ്ത കാര്യങ്ങളെല്ലാം അവർക്ക് തന്നെ അല്ലെങ്കിൽ അവരിൽ നിന്നും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത പല കാര്യങ്ങളും അവരെ ചതിക്കുന്നതിനും അവരെ പിറകിൽ നിന്ന് കുത്തുന്നതിനും കാരണമായിരിക്കുന്നു. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് ഒരു നല്ല രീതിയിലുള്ളൊരു ബാക്ക് സ്റ്റാബിങ് ലഭിച്ചിരിക്കുന്നുണ്ട്. എന്തൊക്കെ വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ചെയ്യാത്ത കുറ്റങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ശിക്ഷ അനുഭവിക്കുകയാണ്. അവർ പറയുന്നുണ്ട്, അവർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ചില കാര്യങ്ങളിൽ അവർ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിച്ച്, നിങ്ങളുമായിട്ടുള്ള എനർജിയിലും വരാം, നിങ്ങൾ തെറ്റിദ്ധരിച്ച് കൊണ്ട് നിങ്ങളുടെ പേഴ്സണെ ഒരു നോ കോണ്ടാക്റ്റ്, ലെസ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് അവരെ പോകാൻ അനുവദിച്ചത് അവർക്ക് ഒരുപാട് മാനസിക പ്രശ്നമുണ്ടാകുന്നു. അവർ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ആരോപിച്ച് അവരെ ഒരുപാട് പെയിൻ അനുഭവിപ്പിക്കുന്നതായിട്ട് കടന്നു വരാൻ കഴിയാത്ത വണ്ണം അവർ ഹാങ്ഡ് ആയിരിക്കുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? ചില സാമ്പത്തികത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളുണ്ട്, ചില ബാങ്ക് ലോണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതുണ്ട്, സാലറി ഇൻക്രീസിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ അപേക്ഷ കൊടുത്തതിന് ശേഷം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ചില ഭൂസ്വത്തുക്കൾക്കായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കാം നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം, എന്ത് കാര്യം തന്നെ ആയാലും ശരി തന്നെ, ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചിലപ്പോൾ അഫർമേഷനോ മറ്റോ, നിങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സൺ ചില ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുട്ടിയോ ആട്ടുംകുട്ടിയോ കാണാൻ സാധ്യതയുണ്ട്, പശുവോ ആടോ കാണാനുള്ള സാധ്യത കാണുന്നുണ്ട്, ക്ലോസ് വരുന്നുണ്ട്. ഓക്കെ, അവർക്ക് ഒരു കഠിനമായ പെയിനിൽ കൂടി സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. അവരുടെ ജോലിയിൽ എന്തിനൊക്കെയോ പൈസ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അവർ ഗ്രോത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ചിലപ്പോൾ പുറത്ത് ഗൾഫിലേക്ക് അങ്ങനെ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അവർ കാത്തിരിക്കുന്നു. അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഓവർ തിങ്കിങ് കാരണം അവരില്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളിലേക്ക് മെസ്സേജ് അയക്കുവാനോ നിങ്ങളുടെ മെസ്സേജ് അവരിലേക്ക് ചെന്ന് ചേരുവാനോ കഴിയാത്ത വണ്ണം അവർക്ക് ഓവർ തിങ്കിങ് ആണ് വരുന്നത്. റിലേഷൻ ബേസിൽ മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളിലും അവർക്ക് അവർ പിറകിൽ നിന്നും പല വ്യക്തികളും അവരെ ചതിക്കുന്ന അവസ്ഥകൾ കൂടി കടന്നു പോകുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്ക് നേരിടുകയാണ്. അവർ ചില സ്ഥലങ്ങളിൽ പണം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അവർക്കത് തിരിച്ചു കിട്ടാതെ അവരൊരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പണമായിരിക്കാം, ലാൻഡായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും എന്ത് കാര്യം തന്നെയാണെങ്കിലും, മെറ്റലിസ്റ്റിക് ആയിട്ടുള്ള എന്ത് കാര്യം തന്നെയാണെങ്കിലും അവർക്ക് ലഭിക്കുന്നില്ല. അവർ വെയിറ്റിങ്ങിലാണ് അതിന് വേണ്ടിയിട്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? ഇവിടെ ഒരുപാട് പെൻഡിക്കിൾ എനർജി കൂടുതലായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സ്ട്രഗിൾ സിറ്റുവേഷനിലാണ് ചില കാര്യങ്ങളിൽ. അവർക്ക് ചില ഓഫറുകൾ വരുന്നുണ്ട്. ഒരു വിവാഹ ഓഫറുകളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് സിറ്റുവേഷനിൽ അവർ ജഗ്ലിങ് ചെയ്യുകയാണ്. മറ്റ് തേർഡ് പാർട്ടി ആയിരിക്കാം. തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യണോ നിങ്ങളെ ചൂസ് ചെയ്യണമോ എന്നുള്ള രീതിയിൽ അവരിപ്പം ഒരു ജഗ്ലിങ് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അടയ്ക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾ, അടയ്ക്കപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൺട്രോൾ ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് അവർ വന്നെത്തിയിരിക്കുകയാണ്. അവരുടെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത് എന്നല്ല, അവർക്ക് ചില ഫാമിലി ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണ് ഇതെന്ന് വെച്ചോ, അപ്പം അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടുതലാണ്. നിങ്ങളോട് മെസ്സേജ് ചെയ്യണമെന്നും നിങ്ങളെന്ന് കാണണമെന്നും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരണമെന്നും അവർ ആഗ്രഹിക്കുന്നെങ്കിലും അവരുടെ സാഹചര്യം, അവരുടെ ഫാമിലി, അവരുടെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ അവരുടെ വൈഫ്, മക്കൾ, അല്ലെങ്കിൽ ചുറ്റുപാട്, അയൽക്കാർ, സാഹചര്യം, റിലീജിയൻ, അങ്ങനെ പല കാര്യങ്ങളും അവരെ ബന്ധിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. സ്വതന്ത്രമായി ബന്ധിച്ചിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്. ജഗ്ലിംഗ് സിറ്റുവേഷനാണ്. ഈ റിലേഷൻ ബ്രേക്ക് ചെയ്യണമോ മുന്നോട്ട് കൊണ്ടുപോകണമോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഈ വന്നിരിക്കുന്നത്. ഇനി നിങ്ങളെയും നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൽ എന്ത് ആക്ഷനാണ് നടക്കാൻ പോകുന്നതെന്ന് നോക്കാം. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൽ ഉടൻ വരാൻ പോകുന്ന ആക്ഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ആക്ഷനാണ് ഉടൻ വരാൻ പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെയും എൻ്റെ കാർഡിനെയും യൂണിവേഴ്സിൻ്റെ ശക്തിയേറിയ എനർജിയിലേക്ക് ഏൽപ്പിക്കുന്നു. താങ്ക് യു. കറക്റ്റ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 8, 5, 16, 7, 15, 6. ഓക്കെ, 8 മാസം, 8 മാസം, 5 മാസം, 7 മാസം, 6 മാസം. ഓക്കെ,
ജെമിനി, മിഥുനം, ഓക്കെ, സ്കോർപ്പിയോ വന്നിട്ടുണ്ട്. സ്കോർപ്പിയോ, സജിറ്റേറിയസ്, ധനു, വൃശ്ചികം, ധനു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് സോഡ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് കടന്നു പോകാൻ വയ്യാത്തവണ്ണം നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന, നിങ്ങളുടെ റിലേഷനെ ബന്ധിച്ചിരിക്കുന്ന ചില സാഹചര്യത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയിരിക്കുന്നതെങ്കിൽ നിങ്ങളിലേക്ക് എത്താൻ കഴിയാത്തവണ്ണം നിങ്ങളുടെ പേഴ്സൺ ബേർഡൻ അനുഭവിക്കുകയാണ്. ഓക്കെ, ഒരു ഗ്രോത്ത് കാണുന്നില്ല. വീണ്ടും ഒരു ഗ്രോത്ത് കാണുന്നില്ല. ഓക്കെ, ഒരു വിജയം ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത്. വിജയം തല തിരിഞ്ഞാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു റിലേഷനിൽ ഒരു ഗ്രോത്ത് കാണുന്നില്ല. നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. ബ്ലാക്ക് എനർജിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണെ റിമൂവ് ചെയ്യുക. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് എനർജിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അഫർമേഷനും കാര്യങ്ങളും ചെയ്യുക. ഒരുപാട് ബേർഡനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഈ റിലേഷന്, ഈ ഒരു എനർജിയിലുള്ള വ്യക്തിക്ക് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു കാര്യം റിലേഷൻഷിപ്പിൽ കാണുന്നില്ല. ഓക്കെ, മറ്റു ചില വ്യക്തികൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെ മൂന്നാമതൊരു വ്യക്തി വന്ന് അത് നേരെയാക്കുന്നതാണ്. ചിലപ്പം സമൂഹത്തിൽ കുറച്ച് നിലയും വിലയും ഉള്ള വ്യക്തിയായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏസ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മാപ്പ് പറഞ്ഞു വരുന്നതായിരിക്കാം. മാപ്പ് പറഞ്ഞില്ലെങ്കിലും അവർ മനസ്സുകൊണ്ടാണെങ്കിലും നിങ്ങളുമായിട്ട് ഒന്ന് ചേരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അവർ കർമ്മയെ ഭയപ്പെടുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ സന്തോഷം എന്തെന്ന് അവർ അറിയുന്നില്ല. അപ്പം ഒരു തേർഡ് പാർട്ടി മുഖേന നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും ഒന്ന് ചേരാൻ പോകുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഈ എനർജി ആർക്ക് വേണ്ടിയിട്ടാണോ വന്നിരിക്കുന്നത് ആ വ്യക്തിയുടെ ലൈഫിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ കൂടി തന്നെ കടന്നു പോയതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. സംഭവിച്ചിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു. അപ്പം നിങ്ങൾക്ക് എന്തായിരുന്നാലും ഒന്നുകിൽ ഒരു അഡ്വക്കേറ്റ് മുഖേന, അല്ലെങ്കിൽ ഒരു മതപുരോഹിതൻ മുഖേന, അല്ലെങ്കിൽ പഞ്ചായത്ത്, കുറച്ച് വീട്ടിൽ മുതിർന്ന ആൾക്കാർ, നിങ്ങളുടെ ഇടയിൽ കുറച്ച് സ്ഥാനവും മാനവും കൊടുക്കുന്ന വ്യക്തികൾ മുഖേന നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് പുനരാരംഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻഗേജ്മെൻറ്റോ ശാദിയോ കല്യാണമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു ചേരുന്നതായിരിക്കും. പേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്, സപ്പോർട്ടുണ്ട്. ഒരിക്കലും നിങ്ങളുടെ സ്നേഹം തകർന്നു പോകാത്ത വണ്ണം യൂണിവേഴ്സ് ബ്ലെസ്സിങ് ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ അഫർമേഷൻ ഫലിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് ഇത് നിങ്ങൾ ഭയക്കുകയാണെങ്കിൽ, നിങ്ങളിതുപോലെ റിലേഷനെ അല്ലെങ്കിൽ സംഭവിക്കുമോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഭയപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് താമസിക്കുന്നതായിരിക്കും. കാരണം ഭയം കൊണ്ടുവരുന്നത് ഡെവിളാണ്. ഡെവിൾ കയറി ബ്ലോക്ക് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഭയം, സംശയം എല്ലാം വരുന്നത് ഡെവിളാണ് കൊണ്ടുതരുന്നത്. ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിനെ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലെ വയറിങ്ങിനെ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾ പറയുന്നത് ഇതാണ്. നിങ്ങളിപ്പം പെട്ടെന്ന് പുറത്തുനിന്ന് വന്ന് നിങ്ങൾ ഒരുപാട് ചൂടോടുകൂടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ കറണ്ട് ഉണ്ടോ എന്ന് പോയി അവിടെ മീറ്ററിൽ നോക്കാറില്ല. നിങ്ങൾ വന്ന് ഫാൻ ഓൺ ചെയ്യുകയാണ്. ഫാൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ വീണ്ടും ഫാൻ കറങ്ങുന്നുണ്ടോ എന്ന് നോക്കത്തില്ല. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ വിശ്വാസമാണ്. അതെന്ന് വെച്ചാൽ അത്രത്തോളം വിശ്വാസം, ഒരു തരി പോലും വിശ്വാസമില്ലായ്മ നിങ്ങളവിടെ കാണിക്കുന്നില്ല. അതുപോലെയുള്ള വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യത്തിലും വേണം. ഒരു പ്രാവശ്യം നമ്മൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഫീലാവും. ഇട്ട് കഴിഞ്ഞാൽ അത് ലൈറ്റ് കത്തും എന്നുള്ളൊരു വിശ്വാസം. അപ്പം നിങ്ങൾ സ്വിച്ച് ഇടുന്നതിന് മുമ്പേ നിങ്ങൾ വിചാരിക്കുന്നില്ല കറണ്ട് ഉണ്ടോ, ഇത് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുമോ എന്നുള്ള അവിടെ ഒരു സ്റ്റക്ക് വരുന്നില്ല. നിങ്ങൾ നേരെ പോയി ഇടുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെയുള്ള വിശ്വാസമാണ് നിങ്ങൾക്ക് വേണ്ടത്. സംശയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തേണ്ട കാര്യങ്ങൾ ഡെവിള് ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ടവർ വരാൻ പോവുകയാണ്. നിങ്ങൾ ടവറിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ടവർ എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിൽ കുറച്ച് അടിയും പിടിയുമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിലാണ് ഈ ടവർ നെഗറ്റീവായിട്ട് വരുന്നത്. നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും കോണ്ടാക്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് കണ്ണുനീരും വിഷമങ്ങളും മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടവറാണ് വരുന്നത്. ഓക്കെ, ഈ ടവർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴുള്ള അവസ്ഥ, നിങ്ങളുടെ പേഴ്സൺ ഉപേക്ഷിച്ച് പോയ അവസ്ഥയാണെങ്കിൽ അതിൻ്റെ മുകളിലാണ് ടവർ വരുന്നത്. ഓക്കെ, പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ടവർ വന്നിരിക്കുന്നത്? ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ടവർ കൊണ്ടുവന്നത് നിങ്ങളുടെ സുഹൃത്തായിരിക്കാൻ സാധ്യതയുണ്ട്.
നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നൊരു വ്യക്തിയാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുവന്നത് റിലേഷൻഷിപ്പിലുള്ള വ്യക്തി തന്നെ ആകാൻ സാധ്യതയുണ്ട്. വീടിനടുത്തുള്ള വ്യക്തിയാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളോടൊപ്പം പഠിച്ച വ്യക്തികളാകാൻ സാധ്യതയുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്. ഒരു ഗവൺമെൻറ് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരാനുണ്ട്. അവർ കൊണ്ടുവന്ന വ്യക്തി ഗവൺമെൻറ് ജോലി, ഒരു ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനുമായിട്ടോ ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടിയും ആകാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ടവറാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് തേർഡ് പാർട്ടിയുടെ എനർജി കൂടി ഇതിലേക്ക് കടന്നു വരുന്നതായിരിക്കും. കുറച്ച് മോഡേൺ ഡ്രസ്സൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ഒരു യാത്രയാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ വന്ന് ഇപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് നിങ്ങൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് അകലങ്ങളിലേക്ക് പോയി എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ അടുക്കുവാൻ വരാൻ അല്ലെങ്കിൽ മാനസികമായിട്ട് അടുക്കുവാനുള്ളതെന്ന് കാണണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ലിവിങ് ടുഗദറായിട്ട് താമസിച്ച വ്യക്തികളായിരിക്കാം, അതല്ലെങ്കിൽ ട്രാവലിൻ്റെ മധ്യത്തിൽ നിങ്ങൾ പരിചയപ്പെട്ട വ്യക്തികളായിരിക്കും. നിങ്ങളുടെ ടവർ അവസാനിക്കാൻ പോകുകയാണ്. നിങ്ങളുമായിട്ടൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഒരു യാത്ര പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് ക്ലൂസുകൾ എടുക്കാം. ക്ലൂസുകൾ, ഒരു ലോഡ് ക്ലൂസുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ക്ലൂസുകൾ ഇല്ല എന്നുള്ള പരാതിയുടെ മുകളിലാണ് ഇന്നലെ 2 മണി വരെ ഇരുന്നാണ് ഈ ക്ലൂസുകളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. ഒരുപാട് ഞാൻ കുറച്ച് സ്ഥലപ്പേര്, പേഴ്സൻ്റെയും നിങ്ങളുടെയും സ്ഥലപ്പേര് ചോദിച്ചതിന് ഈ കേരളത്തിലെ മുഴുവൻ സ്ഥലപ്പേരും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്നത്ര ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. റിപ്പീറ്റായിട്ട് വന്ന ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ ഇനിയും എഴുതി വയ്ക്കാം. നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമുള്ള സ്ഥലപ്പേര് കൂടുതൽ എഴുതിയാൽ അത് കുറേ കൂടി ക്ലൂസിന് സഹായകമാകും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. ഒരുപാട് ക്ലൂസ് എടുക്കുന്നില്ല. അപ്പോൾ പിന്നെ ഈ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും ഇതിൻ്റെ അകത്ത് പെട്ടുപോകും. ഓക്കെ, എൻ്റെ അമ്മ ഇത്രയും ക്ലോസ് ആയിപ്പോയോ? എന്നാലും നോക്കാം, എല്ലാവർക്കും ക്ലോസ് വരട്ടെ. ഒരു നീതു ഷീബ എന്നുള്ളൊരു പേര് വന്നിട്ടുണ്ട്. ഇലക്ട്രിക് സാധനം വിൽക്കുന്നതോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലിയോ ആയിട്ടുള്ള വ്യക്തിയെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ ടവറിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇലക്ട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലി നിങ്ങളുടെ തേർഡ് പാർട്ടി ആകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുമാകാം, നിങ്ങളുടെ പേഴ്സണുമാകാം. പ്രസന്ന എന്ന് പറയുന്നൊരു പേര് വന്നിട്ടുണ്ട്. തിരുവനന്തപുരം വന്നിട്ടുണ്ട്. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തി വന്നിട്ടുണ്ട്. സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തി വന്നിട്ടുണ്ട്. ഓക്കെ, ജമീല വന്നിട്ടുണ്ട്. 2013 വന്നിട്ടുണ്ട്. 2019 വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയമായിരിക്കാം. മാർച്ച് വന്നിട്ടുണ്ട്. മല്ലപ്പള്ളി വന്നിട്ടുണ്ട്. മഞ്ചേരി വന്നിട്ടുണ്ട്. പോളെന്ന് പറയുന്ന പേര് വന്നിട്ടുണ്ട്. കായംകുളം വന്നിട്ടുണ്ട്. നാസർ വന്നിട്ടുണ്ട്. പൃഥ്വിരാജ് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് പൃഥ്വിരാജിന് ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ പേര് പൃഥ്വിരാജ് എന്നായിരിക്കാം. പൃഥ്വിരാജ് ഫാൻസ് ആയിരിക്കാം. ഓക്കെ, സോമൻ എന്നുള്ള പേര് വന്നിട്ടുണ്ട്. വി എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. ഒറ്റപ്പാലം വന്നിട്ടുണ്ട്. ഇടുക്കി വന്നിട്ടുണ്ട്. ആനി എന്ന് പറയുന്ന പേര് വന്നിട്ടുണ്ട്. ഒരു പൗൾട്രി ഫാം വന്നിട്ടുണ്ട്. ഓക്കെ, പൗൾട്രി ഫാമിൻ്റെ ജോലിയുള്ള വ്യക്തിയായിരിക്കാം. സാമ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് പൗൾട്രി ഫാം ഉണ്ടായിരിക്കാം. ഓക്കെ, ആനമാങ്ങാട് എന്ന് പറയുന്ന സ്ഥലം, ഞാൻ ഈ സ്ഥലങ്ങളൊന്നും കേട്ടിട്ടില്ല, അതുകൊണ്ട് അത് വായിക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും കമ്പനി ജോലിയുള്ള വ്യക്തിയായിരിക്കാം. ഓക്കെ, ഫെബിൻ ശ്രദ്ധ എന്ന് പറയുന്നൊരു പേര് വന്നിട്ടുണ്ട്. ഫെബിൻ ശ്രദ്ധ. ചിറയിൻകീഴ് വന്നിട്ടുണ്ട്. അസ്മ വന്നിട്ടുണ്ട്. അസ്മ 1978 വന്നിട്ടുണ്ട്. ജനന സമയമായിരിക്കാം. പുത്തൂർ വന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ വന്നിട്ടുണ്ട്. കാരണം ഇതിൽ 7000 കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും സ്ഥലവും പേരും ഒക്കെ വരും. 2014, 2018 വരുന്നുണ്ട്. ഇത് പ്രത്യേക ജോലി വന്നിട്ടുണ്ട്. ഒരു സെയിൽസ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ സെയിൽസ്മാൻ ആയിരിക്കാം, സെയിൽസ് ഗേൾ ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സണോ തേർഡ് പാർട്ടിയോ. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും സെയിൽസ് നടത്തുന്ന ജോലി ആയിരിക്കാം. 2012, 2020 വന്നിട്ടുണ്ട്. ഒരു ലിജി വന്നിട്ടുണ്ട്. ഒരു പൊള്ളാച്ചി വന്നിട്ടുണ്ട്. ഒറ്റപ്പാലം വന്നിട്ടുണ്ട്. ശ്രുതി വന്നിട്ടുണ്ട്. 2022, 2023 വന്നിട്ടുണ്ട്. നിങ്ങളുടെ സമയമായിരിക്കാം. FB വന്നിട്ടുണ്ട്. F എന്ന പേരായിരിക്കാം, അല്ലെങ്കിൽ FB ആയിരിക്കാം, ഫേസ്ബുക്ക് ആയിരിക്കാം. ജോയൽ എന്ന് പറയുന്നൊരു പേര് വന്നിട്ടുണ്ട്. നെയ്യാർ ഡാം വന്നിട്ടുണ്ട്.
ബിസിനസ് വന്നിട്ടുണ്ട്, എന്തെങ്കിലും ബിസിനസ് നടത്തുന്ന വ്യക്തികളായിരിക്കാം. ഏജ് വന്നിട്ടുണ്ട് 28, 48 ഏജ് വന്നിട്ടുണ്ട്. 1993, 97 വന്നിട്ടുണ്ട്. ഒരു സുനിത വന്നിട്ടുണ്ട്. 22, 25 ഏജ് വന്നിട്ടുണ്ട്. ഡേറ്റും ആകാം. ചുരുണ്ട മുടി, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ചുരുണ്ട മുടി ആയിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്കായിരിക്കാം. തലശ്ശേരി വന്നിട്ടുണ്ട്. കെ വന്നിട്ടുണ്ട്. എം വന്നിട്ടുണ്ട്. എൻ വന്നിട്ടുണ്ട്. ലെറ്ററുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ എന്ന് നോക്കുക. കൊല്ലം വന്നിട്ടുണ്ട്. ഡൽഹി വന്നിട്ടുണ്ട്. കൊല്ലം ഡൽഹി നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിരിക്കാം. പത്തനംതിട്ട വന്നിട്ടുണ്ട്. ഓക്കെ, പന്തളം വന്നിട്ടുണ്ട്. ഒരു പ്ലെയിൻ കാർഡും വന്നിട്ടുണ്ട്. ഇതിലൊന്നും പെടാത്ത വ്യക്തികളായിരിക്കാം. കാരണം ഇതുവരെയും ഇതിലൊന്നും വന്നിട്ടില്ലെങ്കിലും, ഈ പേരൊന്നും വന്നിട്ടില്ലെങ്കിലും, നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ആ വ്യക്തിയും ഇതിനകത്ത് ഉൾപ്പെടും. ഓക്കെ, പന്തളം വന്നിട്ടുണ്ട്. ഒമയല്ലൂർ വന്നിട്ടുണ്ട്. ചേർത്തല വന്നിട്ടുണ്ട്. തുളസിക്കാട്, നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും തുളസി കാട് പോലെ പിടിച്ചു നിൽക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ ആ ഒരു തുളസിക്കാടും ഇതിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് എന്തെങ്കിലും മെസ്സേജ് നിങ്ങൾക്ക് ഇതുവഴി ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് സബ്സ്ക്രൈബ് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ലൈക്ക് ചെയ്ത് അറിയിക്കേണ്ടതാണ്. ഏതൊരു കാര്യത്തിനും അതിന് ഒരു ദക്ഷിണയുണ്ട് എന്ന് ചിന്തിക്കുക. നിങ്ങൾ ഇഗ്നോർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ളതും യൂണിവേഴ്സും ഇഗ്നോർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം എടുത്തിട്ട് രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്നതാണ്. അടുത്ത ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ ഇഗ്നോർ ചെയ്തിട്ട് പോകുന്നെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തെയും യൂണിവേഴ്സ് ഇഗ്നോർ ചെയ്യും. അതുകൊണ്ട് ദയവായി ഗിവ് ആൻഡ് ടേക്ക് ചെയ്യുക. നമ്മൾ യൂണിവേഴ്സിൽ എല്ലാ കാര്യങ്ങളും ഗിവ് ആൻഡ് ടേക്ക് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.